ഒരാന കുളിച്ചിട്ട് റോഡിൽ കൂടി നടന്ന് ഒരു പാലത്തിന്റെ സമീപമെത്തി. ആ പാലം ഒരു ചെറിയ പാലമായിരുന്നു. ഒരാൾക്ക് മാത്രമേ അതിൽ കൂടി നടന്നു പോകുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഈ സമയം തന്നെ അപ്പുറത്തെ വശത്തുകൂടി ഒരു പന്നിയും വന്നു. ആ പന്നിയുടെ ശരീരം മുഴുവൻ ചെളിയും അഴുക്കുമായിരുന്നു. വല്ലാത്ത ദുർഗന്ധമായിരുന്നു ആ പന്നിയുടെ ശരീരത്തിന്. പന്നിയെ കണ്ട ആന പാലത്തിൽ കയറാതെ റോഡിന്റെ ഒരു വശത്ത് മാറി നിന്നു. പന്നിക്ക് പോകുവാൻ അവസരം കൊടുത്തു. പാലത്തിൽ കയറി ഇപ്പുറത്തെത്തിയ പന്നി അഹങ്കാരത്തോടെ അവിടെയുണ്ടായിരുന്ന മറ്റു പന്നികളോട് പറഞ്ഞു, കണ്ടോ, ആന പോലും എന്നെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇതും പറഞ്ഞ് പന്നി നടന്നുപോയി. ഇത് കേട്ടുകൊണ്ട് നിന്ന ചില ആനകൾ ഈ ആനയെ വിവരമറിയിച്ചു. ആന പറഞ്ഞു, ഞാൻ എന്റെ കാലുകൊണ്ടൊന്ന് ചവിട്ടിയാ മതി, ആ പന്നി ചതഞ്ഞരഞ്ഞ് ചത്തുപോകും. ഞാനത് ചെയ്യാഞ്ഞത് ആ പന്നിയെ ഭയപ്പെട്ടിട്ടല്ല, മറിച്ച് ഞാൻ കുളിച്ച് വൃത്തിയായി വന്നതാ. ആ പന്നിയുടെ ശരീരം മുഴുവൻ അഴുക്കായിരുന്നു. ഞാൻ ആ പന്നിയെ സ്പർശിച്ചാൽ ആ അഴുക്ക് മുഴുവൻ എന്റെ ശരീരത്തിൽ പറ്റും. ഞാനും അശുദ്ധനായിത്തീരും. ഈ കഥയിൽ ഒരു ഗുണപാഠമുണ്ട്. നമ്മോട് മോശമായി ഇടപെടുന്ന ആളുകളോട് നാമും അപ്രകാരം തന്നെ ഇടപെട്ടാൽ നാമും അവരെപ്പോലെയായിത്തീരും. വിവേകികൾ വിഡ്ഢികളോട് മത്സരിക്കുകയില്ല. നമുക്കും വിവേകമുള്ളവരായി ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമയോടും താഴേണ്ടിടത്ത് താഴ്മയോടും കൂടെ ജീവിച്ച് ജീവിതം അനുഗ്രഹപ്രദമാക്കി തീർക്കാം.